ഹായ്, എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ചാരിറ്റിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. നമ്മുടെ നാട്ടിൽ ജോലിക്ക് പോകാൻ കഴിയാത്ത രോഗം കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇനി ജോലി ഉണ്ടെങ്കിലും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. അതുപോലെയാണ് ചില ഉമ്മമാർക്ക് ഭർത്താക്കന്മാർ ഉണ്ടായിട്ടും ഇല്ലാത്ത പോലെ, അതായത് കുട്ടികളെയും അവരെയും സംരക്ഷിക്കുകയോ അവർക്ക് ഭക്ഷണങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുകയോ രോഗത്തിന് ചികിത്സിക്കുകയോ ചെയ്യാത്ത ഭർത്താക്കന്മാരുണ്ട്. അങ്ങനെയുള്ളവർക്കും നാട്ടുകാരും കുടുംബക്കാരൊക്കെ, ഈ അയൽവാസിക്കാർ അങ്ങനെയൊക്കെ കുറച്ചൊക്കെ സഹായിക്കും. പിന്നെ അവർക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ആകുമ്പോഴാണ് നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകരെ അറിയിക്കുകയും അവരാണ് ഇത് സംഘടനാ തലത്തിലേക്ക്, സംഘടനാപരമായിട്ടുള്ള ചാരിറ്റിയിലേക്കും അതേപോലെ ചാരിറ്റി ട്രസ്റ്റിൻ്റെ കീഴിലേക്കും ഒക്കെ എത്തുന്നത്. ഈ ട്രസ്റ്റുകളൊക്കെ പ്രവർത്തിക്കുന്നത് ലീഗൽ പെർമിഷനോട് കൂടെയാണ്. എന്നാൽ ഇവിടെ ഒരു പാവപ്പെട്ട ഉമ്മ ചാരിറ്റി ചെയ്തു. എങ്ങനെ? ലീഗൽ പെർമിഷൻ ഇല്ലാതെ ഇല്ലീഗലായിട്ടാണ് ആ ചാരിറ്റി ചെയ്തത്. അതായത് സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരു മല്ലിക എന്ന സ്ത്രീയും അവരുടെ 5 മക്കളെയും കാണിച്ചുകൊണ്ട് 50 രൂപ ചലഞ്ച് വെച്ചിട്ടാണ് അവർ ചാരിറ്റി ചെയ്തത്. അതിന് ശരിക്ക് ചാരിറ്റി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ മല്ലിക എന്ന സ്ത്രീക്ക് ഗൂഗിൾ പേ എടുത്തു കൊടുത്തിട്ടില്ല, ഒരു ബാങ്ക് അക്കൗണ്ട് എടുത്തു കൊടുത്തിട്ടില്ല. ഈ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ മല്ലികക്ക് എടുക്കാൻ അറിയില്ല എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ ഗൂഗിൾ നമ്പറിലേക്ക് ക്യാഷ് അയക്കണം, ഉറപ്പായിട്ടും അയക്കണം, നിങ്ങളുടെ കാല് പിടിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ക്രൗഡിൽ നിന്നും ഫണ്ട് പിരിച്ചത്. ഇതിൽ സംശയം തോന്നിയ ഒരുപാട് ആളുകൾ അവരുടെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുകയും അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ അവരെ എല്ലാവരെയും ബ്ലോക്ക് ചെയ്ത് തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ആ ന്യായീകരണത്തിലും ഒന്നും ഒരു കാര്യവുമില്ല എന്ന് കണ്ടപ്പോൾ അവർ ഈ ചോദിക്കുന്നവരോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നിരുന്നോ? നിങ്ങൾ ക്യാഷ് അയച്ചിരുന്നോ? എങ്കിൽ അതിൻ്റെ തെളിവ് കൊണ്ടുവരൂ, നിങ്ങൾക്ക് ഞാൻ തിരിച്ചിട്ട് തരാം. നിങ്ങൾ എനിക്ക് ക്യാഷ് അയച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തിരിച്ചിട്ട് തരാം. അവരുടെ പോയിൻ്റാണ് തിരിച്ചിട്ട് തരാമെന്ന് പറയുമ്പോൾ ആ പണം അവരുടെ അക്കൗണ്ടിൽ സേഫാണ്. ആ പണം മല്ലികയുടെ കയ്യിലേക്കോ അല്ലെങ്കിൽ അവർക്ക് വാങ്ങിയ സാധനങ്ങൾക്കോ ചിലവാക്കിയിട്ടില്ല എന്ന് സാരം. ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ ഇവർ അത് ചിലവായി എന്ന തെളിവുമായിട്ട് സോഷ്യൽ മീഡിയയിൽ അവരുടെ വീഡിയോയിൽ വരേണ്ടതാണ്. എന്തുകൊണ്ട് അവർ ഇത്രയും കാലം വന്നില്ല എന്നതും ചിന്തിക്കേണ്ടതാണ്. അങ്ങനെ രാജിക്ക് പേരിൽ ഡിഫറൻറ്റ് വന്നോ എന്നൊരു സംശയമുണ്ട്. നമുക്കിവിടെ മല്ലിക എന്ന് വിശേഷിപ്പിക്കാം. പിന്നെ ഇവർ പറയുന്ന ഒരു ന്യായമുണ്ട്, അവർക്ക് മൊബൈൽ ഇല്ല, ഗൂഗിൾ പേ കണക്റ്റ് ആവുന്ന ആൻഡ്രോയിഡ് മൊബൈൽ ഇല്ല എന്ന്. എന്തുകൊണ്ട് ഇവരുടെ അക്കൗണ്ടിൽ ക്യാഷ് വന്നപ്പോൾ അവർക്ക് ആദ്യം അക്കൗണ്ട് എടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഗൂഗിൾ പേ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മൊബൈൽ എടുത്തു കൊടുത്തില്ല? അവിടെയും ദുരൂഹത ഉണ്ട്. അങ്ങനെ കമൻറ്റ് ചെയ്യുന്നവരുടെ ശല്യം കാരണമാകാം നമ്മുടെ മഞ്ഞളും മല്ലിയും എന്ന ചാനൽ ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്ന ക്യാഷിൻ്റെ കണക്ക് അവരൊരു വീഡിയോ ആയി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിലും ഇവർ പറയുന്നുണ്ട്, മഞ്ഞളും മല്ലിയും പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അക്കൗണ്ട് നമ്പർ തരാം അല്ലെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസ് തരാം എന്നൊക്കെ. അതിന് കമൻ്റായിട്ട് പലവരും ചോദിക്കുന്നുണ്ട്, എന്നാൽ ബാങ്ക് ഡീറ്റെയിൽസും ബാങ്ക് ഏതാണ് എന്നും അക്കൗണ്ട് നമ്പറും എല്ലാം തരൂ എന്ന്. അതിന് മഞ്ഞളും മല്ലിയും പറഞ്ഞ ഒരു കമൻ്റുണ്ട്, നിങ്ങൾ അയച്ചു കൊടുത്തിരുന്നോ? നിങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ തെളിവ് തരൂ എന്ന്. ബാങ്ക് അക്കൗണ്ട് നമ്പറും അതേപോലെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസും തരാമെന്ന് പറഞ്ഞ മഞ്ഞളും മല്ലിയുമാണ് ആ പറയുന്നത്, നിങ്ങൾ അയച്ചു കൊടുത്തിരുന്നോ എന്ന്. അപ്പോഴും ഇവർക്ക് ബാങ്ക് ഡീറ്റെയിൽസും ബാങ്ക് നമ്പറും തരാൻ മനസ്സില്ല. തന്നിട്ടുണ്ടെങ്കിൽ അവിടെ പറ്റിക്കപ്പെട്ടത് അഥവാ പറ്റിച്ചത്
പുറത്ത് വരും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അത് തരാൻ കഴിയാതെ പോയത് മഞ്ഞളിനും മല്ലിക്കും. ഇവരുടെ ഭാഗത്ത് സത്യസന്ധത ഉണ്ടെങ്കിൽ ഉറപ്പായും അവിടെ ദാ പിടിച്ചോ എൻ്റെ ബാങ്ക് നമ്പർ, ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുവന്ന് വെക്കേണ്ട ചങ്കൂറ്റമുള്ള സ്ത്രീ തന്നെയാണ് ഈ പാവപ്പെട്ട ഉമ്മ. എല്ലാ രേഖകളും എല്ലാ സർട്ടിഫിക്കറ്റുകളും ഒരു RCCയുടെ കാർഡടക്കം ID കാർഡ് അടക്കം പൊതുജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ച ഇവർക്ക് ബാങ്ക് ഡീറ്റെയിൽസ് തരാൻ മനസ്സില്ല. നിങ്ങൾക്ക് തരാം, നിങ്ങൾ നോക്കൂ എന്ന് പറയുന്ന മഞ്ഞളും മല്ലിയും ഈ സ്ത്രീയും തരുന്നില്ല. അവർക്കത് തരാനുള്ള ധൈര്യമില്ലാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇവർ അന്ന് ബാങ്ക് ഡീറ്റെയിൽസ് ഇതാ, അയച്ചവരുടെ കണക്ക് ഇതാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. അതിൽ കുറച്ച് ഭാഗം നമുക്ക് ഇവിടെ പ്ലേ ചെയ്യാം. അപ്പോൾ അത് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതൊന്ന് നോക്കുക. കാരണം ഒരു ദിവസത്തെ ട്രാൻസാക്ഷനേ ഉള്ളൂ. കാരണം ഒരുപാടൊന്നും ഇല്ല അല്ലേ, ഒരുപാടൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഈ ട്രാൻസാക്ഷൻ വ്യക്തമായിട്ട് തന്നെ കാണണം. അപ്പോൾ ഇതാണ് ഈ പാവപ്പെട്ട സ്ത്രീയും മല്ലിയും മഞ്ഞളും കൂടെ പുറത്തുവിട്ട ബാങ്ക് ഡീറ്റെയിൽസ്. അപ്പോൾ എല്ലാ പൊതുജനങ്ങളും ഒന്ന് മനസ്സിലാക്കണം, നമ്മൾ ഇത് കൊടുക്കുന്നത് അർഹതപ്പെട്ട കൈകളിലേക്ക് ആണോ എന്ന് ചിന്തിച്ചതിന് ശേഷം, ഒരു 10 വട്ടമെങ്കിലും ചിന്തിച്ചതിന് ശേഷം നമ്മൾ കൊടുക്കാൻ തയ്യാറാവുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ 100 രൂപ ചലഞ്ചുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.